നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സാധാരണ ഭയങ്കര ഒരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഞാൻ എപ്പോഴും ഒരു ഇൻട്രഡക്ഷൻ എടുക്കുന്നത്. പക്ഷേ ഇന്നത്ര സന്തോഷമില്ല. കാര്യം യൂണിവേഴ്സിറ്റി LGSൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു. പക്ഷേ ഇതിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ അറിഞ്ഞു കാണും. കട്ട് ഓഫ് എത്ര മാർക്കാണ്? 81 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്, അംഗീകരിക്കുന്നു. കട്ട് ഓഫ് ഏതാണ്ട് ഉയരേണ്ട കട്ട് ഓഫ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ എക്സാം നടന്നത് 100 മാർക്കിന് എക്സാം നടന്നു. അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു? 6 ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഡിലീഷൻ ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് 9 ക്വസ്റ്റ്യനിൽ മാറ്റമുണ്ട്. 6 ഡിലീഷനും ആൻസർ ചേഞ്ചും. ചുരുക്കി പറഞ്ഞാൽ 100-ൽ നിന്ന് 6 കുറച്ചാൽ 94 മാർക്ക്, 3 മാർക്ക് ആൻസർ ചേഞ്ച്, ഒരു 1.5 മാർക്ക് നമുക്കിടാം. സോ 92.5 മാർക്കിന് അല്ലെങ്കിൽ 92 മാർക്കിന് കട്ട് ഓഫ് വന്നേക്കുന്നത് 81 മാർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. വളരെ ഉയർന്ന കട്ട് ഓഫാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ വരാൻ പോകുന്ന LDC പരീക്ഷകൾ, വരാൻ പോകുന്ന LGS പരീക്ഷ, അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. 1 മിനിറ്റ് പോലും ഇനി അങ്ങോട്ട് ഉഴപ്പരുത്. കാര്യം കോമ്പറ്റീഷൻ നമ്പർ ഓഫ് ആൾക്കാർ കുറഞ്ഞാലും, നിങ്ങൾ കണ്ടില്ലേ, നമ്പർ ഓഫ് ആൾക്കാർ കുറവാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS ആയിക്കോട്ടെ, ലാസ്റ്റ് എല്ലാവരും പോലും എക്സാം എഴുതിയിട്ടില്ല. 52,000 പേരാണ് അതിൻ്റെ ഒരു പ്രിലിംസ് കഴിഞ്ഞ് പാസ്സായി വന്നത്. അതിനകത്തും എല്ലാവരും എക്സാം എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്രയും കുറച്ച് ആൾക്കാർ എക്സാം എഴുതിയിട്ടും അവിടെ കട്ട് ഓഫ് എത്ര വന്നു? 81 മാർക്ക് കട്ട് ഓഫ് വന്നു. എന്ന് വെച്ചാൽ ആൾക്കാർ കുറഞ്ഞാലും പഠിക്കുന്ന ഒരു 2,000-3,000 പേര് മതി കോമ്പറ്റീഷനൊക്കെ എന്ത് ചെയ്യും? കൊണ്ടങ്ങ് മേളിലോട്ട് കൊണ്ടങ്ങ് കയറും. അപ്പോൾ വരാൻ പോകുന്ന എക്സാംസിനും സൂപ്പറായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാം. കാര്യം കട്ട് ഓഫൊക്കെ എന്ത് ചെയ്യാം? മേളിലോട്ട് കയറാം. ആൾക്കാർ കുറയുന്നോ ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യ റാങ്കുകളിൽ വരാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ കുറച്ച് മുമ്പാണ് എന്ത് വന്നേക്കുന്നത്? ഈ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത്. ഇവിടെ മെയിൻ ലിസ്റ്റ് ഉണ്ട്, അതിന് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ പേജ് നോക്കുകയാണെങ്കിൽ അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കിടപ്പുണ്ട്. കട്ട് ഓഫ് വന്നേക്കുന്നത് എത്ര മാർക്കാണ്? 81 മാർക്കാണ് ഇവിടെ കട്ട് ഓഫ് വന്നേക്കുന്നത്. കണ്ടോ, 81 മാർക്ക്. അതായത് 92.5 മാർക്കിൽ അല്ലെങ്കിൽ 94 മാർക്കിന് വന്നേക്കുന്ന കട്ട് ഓഫ് വന്നിട്ട് 81 ആണ്. ഇവിടെ നോക്കുക, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് മെയിൻ ലിസ്റ്റിനകത്ത് എത്ര ആൾക്കാരുണ്ട്? മെയിൻ ലിസ്റ്റിനകത്ത് 1099 ആൾക്കാരുണ്ട്. ഓക്കെ, മെയിൻ ലിസ്റ്റിനകത്ത് വെറും 1099 ആൾക്കാർ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി LGS ആദ്യമായിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഏറ്റവും അധികം നിയമനം നടക്കേണ്ടതും സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റിൽ നിന്നാണ്. ഇവിടെ ഒരു കാര്യം PSC മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, മെയിൻ ലിസ്റ്റിനകത്ത് 1099 ആൾക്കാർ മാത്രമേ ഉള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് 1178 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു 44 പേരുണ്ട്. ടോട്ടൽ പ്രോബബിലിറ്റി ലിസ്റ്റ് എത്രയാണ്? 2321 ആണ്. അതായത് മെയിൻ ലിസ്റ്റിനകത്ത് വെറും 1099 ആൾക്കാർ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 81 മാർക്ക് മേടിച്ചവന്, അല്ലേ, 94 മാർക്കിൽ 81 മേടിച്ച ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നല്ല റേഞ്ച് ആയിരിക്കും ആ കുട്ടി ഇപ്പോൾ കഴിഞ്ഞ LDC എക്സാം എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന വേരിയസ് LGSൻ്റെ എക്സാം എന്ത് ചെയ്യും? ഉറപ്പായിട്ടും എഴുതും. LDC എഴുതും, വേരിയസ് LGS എഴുതും. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാം എഴുതും. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് OA എക്സാമും എഴുതും. സ്വാഭാവികമായിട്ടും ഇതിനകത്തെല്ലാം തന്നെ നല്ല റാങ്ക് ആര് മേടിക്കും? ഈ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടി സ്വാഭാവികമായിട്ടും മേടിച്ചിരിക്കും. ശരിയല്ലേ? കാര്യം 81 മാർക്ക് ഒരു കുട്ടിക്ക് ഇതിനകത്ത് 81 മാർക്ക് കട്ട് ഓഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ മാർക്ക് വന്നിട്ട് 84, 85, ആ റേഞ്ചൊക്കെ മേളിലോട്ട് പോകാം. അത്രയും മാർക്ക് മേടിച്ചൊരു കുട്ടി LDC റാങ്ക് ലിസ്റ്റിനകത്തും ഉറപ്പായിട്ടും വരും. വരാൻ പോകുന്ന LGSൻ്റെ റാങ്ക് ലിസ്റ്റിനകത്തും ഉറപ്പായിട്ടും വരും. ലാബ് അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിനകത്തും ഉറപ്പായിട്ട് വരും. സെക്രട്ടേറിയറ്റ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉറപ്പായിട്ടും വരും. പോട്ടെ, LDCയും വരാൻ പോകുന്ന LGS ഒന്ന് എടുത്തു നോക്കിയേ. ആ കുട്ടി ഏത് ചൂസ് ചെയ്യും? യൂണിവേഴ്സിറ്റി LGSൽ നിൽക്കുമോ, അതോ വേരിയസ് LGSലോട്ട് പോകുമോ, അതോ LDയിലോട്ട് പോകുമോ? ഉറപ്പായിട്ടും ആ കുട്ടി LDയിലോട്ട് പോകും, LDCയിലോട്ട് പോകും, അല്ലെങ്കിൽ വേരിയസ് LGSലോട്ട് പോകും. കാര്യം വേരിയസ് LGSൻ്റെ പ്രത്യേകത, വരാൻ പോകുന്ന വേരിയസ് LGSൻ്റെ പ്രത്യേകത, അവിടെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അവിടെ പെൻഷനുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കോർ സെക്ടറിലേക്കാണ് പോകുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്യുവറായിട്ടൊരു ഗവൺമെൻറ് ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അവരുടെ തന്നെ കുറേ ഫണ്ടും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളും യൂണിവേഴ്സിറ്റി LGSനേക്കാളും കുറച്ചും കൂടെ സെക്യൂർ ജോബ് ഏതാണ്? വേരിയസ് LGS ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി എങ്ങോട്ടേ പോകത്തുള്ളൂ? വേരിയസ് LGSലേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ LDCയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ NJD എന്ത് ചെയ്യും? നോൺ ജോയിനിങ് ഡ്യൂട്ടി NJD വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുവന്ന് കയറും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ആൾക്കാർ ഇതിനകത്ത് കയറ്റാമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കയറ്റാമായിരുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് വരാൻ പോകുന്ന എക്സാംസിന് നൽകുന്ന നല്ലൊരു പാഠമാണ്. അപ്പോൾ കട്ട് ഓഫ് ഇനി അങ്ങോട്ടുള്ള എക്സാംസിനൊക്കെ കോമ്പറ്റീഷൻ നമ്പർ ഓഫ് ആൾക്കാർ കുറഞ്ഞു.
സോ കോമ്പറ്റീഷൻ കുറവായിരിക്കും, എക്സാമിന് ആൾക്കാർ കുറഞ്ഞ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അങ്ങനെ ഒരു ചിന്തയും വേണ്ട. പഠിക്കുന്ന ഒരു 2000, 3000, 4000 പേരൊക്കെ മതി കോമ്പറ്റീഷനൊക്കെ തീയായിട്ട് കൊണ്ടെന്ത് ചെയ്യും, മേലോട്ട് കൊണ്ടാൻ കയറും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാമിന് മാരകമായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഉഴപ്പരുത്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ നമുക്കുള്ള ഒരു മോട്ടിവേഷൻ ആവണം. നമുക്ക് നമ്മുടെ പരിസരം ചൂടാകുന്ന വാർത്തകളായിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ അതിലെല്ലാം ഉപരിയായിട്ട് ഈ ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഹാർദവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ ലിസ്റ്റിനകത്ത് വന്നു, അതിൻ്റെ പേരിൽ ഇനി അങ്ങോട്ട് ഉഴപ്പരുത്. LDC ഉണ്ട്, LGS ഉണ്ട്, ഇതിനേക്കാളും നല്ല പോസ്റ്റുകൾ അതാണ്. അതിനേക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഈ ലിസ്റ്റിനകത്ത് വരാൻ പറ്റാത്തവർ, അവരായിരിക്കും ഉറപ്പായിട്ടും കൂടുതൽ, നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടും വരാൻ പറ്റാത്തവർ. അപ്പോൾ അവർ ഇതൊരു വാശിയായിട്ട് എന്ത് ചെയ്യുക, കണക്കാക്കുക. നമുക്ക് കുറ്റം പറയാനായിട്ടും കിട്ടത്തില്ല എന്നൊക്കെ പറയാനായിട്ട് സമൂഹത്തിൽ ചുറ്റും എല്ലാവരും കാണും. പക്ഷേ ഇവരാരും തന്നെ നമുക്കൊന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ലൈഫ് മേലോട്ട് വരത്തുള്ളൂ. ഇതൊരു പ്രചോദനമായി കണ്ടു, ഒരു ഇൻസ്പിറേഷനായി കണ്ടു. ഓക്കെ, എനിക്ക് കിട്ടിയില്ല, ഞാൻ പഠിച്ചു, എനിക്ക് കിട്ടിയില്ല, പക്ഷേ അടുത്ത എക്സാം ഞാൻ കൊണ്ടേ പോകത്തുള്ളൂ. ആ ഒരു സ്പിരിറ്റിൽ എന്ത് ചെയ്യുക, വരാൻ പോകുന്ന LGS, ദെൻ LD, വരാൻ പോകുന്ന ജില്ലകളും, അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് OA, ദെൻ ലാബ് അസിസ്റ്റൻറ്റ്, പിന്നെ റെയിൽവേയുടെ NTPC, അതിനകത്തൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്. സോ ഓക്കെ, ബാക്കി അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അടുത്ത എക്സാമിന് വേണ്ടി വരാത്തവർ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സോ വന്നവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, അപ്പോഴും മക്കളെ പറയാനുള്ളത്, അടുത്ത എക്സാമിന് വേണ്ടി എന്താണ്, നിങ്ങളും പ്രിപ്പയർ ചെയ്തോളാം. ഇതിനേക്കാൾ നല്ല ജോലിയാണ് LDC, അത് കഴിഞ്ഞ് വേരിയസ് LGS ഒക്കെ. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.